വെൽക്കം ബാക്ക് ടു കണ്ണപ്പി വ്ളോഗ്സ് ആൻഡ് ഗെയിമിങ്സ്. നമ്മുടെ ഇന്നത്തെ ഗെയിം പ്ലേ ആണ് റോക്ക് ഹീറോ വൈസ് ടൗൺ. സോ ഇന്ന് കുറേ ഗൺസൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ കൂടിയാണ് നമ്മളിന്ന് ഈ വീഡിയോ ഇടുന്നത്. ഗൺസും പിന്നെ ഒരു സ്ഥലമുണ്ട്, അവിടെ ഏതൊക്കെ വണ്ടികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക എന്നും കൂടി പരീക്ഷിക്കാം. എന്തൊരു പണിയുള്ള സ്ഥലമാണ്, അവിടേക്ക് അപ്പുറത്തേക്ക് റാമ്പൊക്കെ ഉണ്ട്. അത് എവിടെയെന്ന് ഓർമ്മ കിട്ടില്ല. നമ്മുടെ റോക്ക് ഹീറോയുടെ വീടിൻ്റെ അവിടെ എവിടെയായിട്ടാണ്, അവിടെ ഒരു സ്ഥലത്തായിട്ട്. നമ്മുടെ ഈ വണ്ടി നല്ല പുകയിലൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഈ വണ്ടി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ബൈക്ക് എടുക്കാം. ബുള്ളറ്റ് നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് മാറ്റാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് പൊട്ടിത്തെറിച്ചുള്ള വണ്ടികൾ മുത്തി കത്തിപ്പോവും. പിന്നെ നാട്ടുകാരുടെ ആട്ടുന്നിപ്പം കേൾക്കേണ്ടി വരും. സോ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ആരുടെ ബൈക്കാണ് നമ്മൾ? ഞങ്ങൾ കിട്ടിയ ബൈക്ക് എടുത്ത് അങ്ങോട്ട് പോവുന്നെ. കണ്ട കാഴ്ച, ഈ ബൈക്ക് സൂപ്പർ സീനാണ്. അമ്മേ അതാ നമ്മളും തെറിച്ച് ബൈക്ക് തെറിച്ച് മറ്റേ അപ്പുറത്തെ പോലീസുകാരൻ്റെ വണ്ടിയിലെ പോയിടിച്ച്. അപ്പം നമുക്കിന്ന് ഒരു ഗണ്ണ് ഉപയോഗിക്കാം. അതിൻ്റെ പേര് എന്താ, യൂണിക് ഗണ്ണിലത്തെ ഡാൻസിങ് ഗണ്ണ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിങ്ങനെ വെടിവെച്ച് എന്തപ്പം ഉണ്ടാവുക? ഓ വാവ്, പോലീസുകാരൊക്കെ ഭയങ്കര ഡാൻസ് കളിയാണല്ലോ. ഓ, കാർ വരെ ഡാൻസ് കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പോലീസുകാരൻ്റെ കാലൊക്കെ പോകുന്നുണ്ട്. സോ ഇവന്മാരെ എണീക്കണതിന് വേണ്ടി നമുക്ക് നാട് വിടാം. സാറേ ഡാൻസ് കളിച്ചിട്ട് മതി. സോ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്ത കണ്ണ് ഉപയോഗിക്കാം. അതിൻ്റെ പേരാണ് മറ്റേ സ്നോ ത്രോവർ. ഇവിടെ വേങ്ങത് ഇതിൻ്റെ പേര് സ്നോ ത്രോവർ എന്നാണ്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് എന്താ ഒരു ഉപയോഗം എന്ന് നോക്കാം. എന്തത്? ഓ, നമ്മുടെ ഈ വണ്ടിയൊക്കെ ആകെ ഇതായിട്ടുണ്ട്, ഐസും കട്ട മാതിരിയായി. കാർ ഐസും കട്ടയായിട്ട് കാര്യമില്ല. ഓ, അതിൻ്റെ ആൾക്കാർ ഒരു ഐസും കട്ട കിട്ടോ. നല്ല രസമുള്ള സാധനം തന്നെ. തടിയാ ഞാൻ പറയണതൊക്കെ പറയണം. തടിയൻ്റെ പണി ഏകദേശമൊക്കെ തീർന്നുണ്ടാവും. എന്താണ് സാറേ, മോഡേണോ? ഇതിൻ്റെ ഉള്ളിൽ ഏത് പോലീസായാലും സാധനത്തിൻ്റെ പണി വരുന്നുണ്ടാവും. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച് അതേ കണ്ണാട്ടോ ഗൈസ്. ഇനി വോയിഡ് എമിറ്റർ ഉപയോഗിക്കാം. ഇത് നമ്മൾ മറ്റേ മാഫിയ സിറ്റി വാഷിൽ ഉപയോഗിച്ച കണ്ണാ. വോയിഡ് എമിറ്റർ വേണ്ട. ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഗൈസ്. ഇത് മറ്റുള്ളവരെ സ്നോ ആക്കുന്നതോ അതന്നെ. അയ്യോ, ഇയാളായി. അവൻ്റെ പണി നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് രക്ഷപ്പെടുന്ന ആൾ കുത്തി. അല്ലെങ്കിൽ വേണ്ട, കാറ് കണ്ട രക്ഷയില്ല. ഇതിന് ഭേദം ബൈക്കാണ്. നമ്മളിവിടുന്ന് രക്ഷപ്പെട്ടു കേട്ടോ ഗൈസ്. കണ്ട, അയ്യോ, മറ്റേ തേങ്ങയൊക്കെ നമുക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്, മറ്റേ ഹെലികോപ്റ്ററൊക്കെ. നമ്മളാണെങ്കിൽ ഭയങ്കര സ്പീഡൊക്കെ ഉള്ള പുള്ളി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. അയ്യോ, കഴുത്തും ഈ പണ്ടാരം കൂടിയത് കാരണം മനുഷ്യന് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. പറ്റിയായി എവിടുന്നെങ്കിലും ഒന്ന് ഊരിപ്പോണ്ടോ? അതാ പോയി കിട്ടി. ഓ, പൊന്നോ, നമുക്ക് ആർപ്പേജ് എടുത്ത് ഞങ്ങൾ ഒറ്റ വെടിക്ക് നീ തന്നെ കിട്ടും. ഇവിടെ അടുത്ത് എവിടെയോ ആയിട്ടാണ് ഞാൻ പറഞ്ഞ മറ്റേ റാമ്പുമാരുള്ളത്, പണിയൊക്കെ നടക്കുന്ന സ്ഥലം. ഇവിടെ അടുത്ത് എവിടെ ഞാൻ കണ്ടായിരുന്നു. അമ്മച്ചായി, ഈ പോലീസിനെ ഞാൻ ഒന്ന് കൊല്ലും. എടാ, ഞാനിപ്പോൾ ആകെ ഒരു കുറ്റല്ലേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ അറിയാണ്ടൊരു ബുള്ളറ്റിപ്പോൾ പോയിടിച്ചു. പിന്നെ ആ ബൈക്ക് നിൻ്റെ വണ്ടിയിൽ ഇടിച്ചു. ഇതിലും നല്ല അമ്മ വണ്ടി തിരിക്കാൻ പറ്റുന്നില്ലല്ലോ. അത് അപ്പുറത്തെ
തട്ടുകട വരെ താഴ്ത്തെത്തി. നമുക്ക് വണ്ടിക്ക് രക്ഷപ്പെടേണ്ട അതാ ആളെ അടിച്ചിട്ട് പോണു. ഈ അടുത്ത് എവിടെ ആയിട്ടാണ് റാമ്പിൾ കേട്ടോ ഗൈസ്. അതാ ഗൈസ്, ആ കാണുന്നതാ തോന്നുന്നു. തന്നെയാണോ? ആണ്, അതാ ആണ് ഗൈസ്, ഈ റാമ്പ് തന്നെ. പക്ഷെ ഇവന്മാരൊന്നും സംഭവിച്ചാൽ നമുക്കൊന്നും ഈ റാമ്പ് നടത്താൻ പറ്റും. നമുക്കിവിടെ വല്ല ഈ സാധനം സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് നിങ്ങളുടെ ബോട്ട് ചെയ്യാം. അപ്പോൾ പോലീസ് കേസും പോയി, ആ പണിയും പോയി. തൽക്കാലം ഫസ്റ്റ് ആ കാർ തന്നെ ഉപയോഗിക്കാം ഗൈസ്. ഇതാണ്ടാ പോണത് കഴിഞ്ഞില്ല ഇടിക്കൂ. ഈ പോലീസുണ്ടോ? എടേ പണ്ടാര വണ്ടി ഞാണ്ടല്ലോ. നിങ്ങൾക്കിത് നിന്റെ കട. അയ്യോ ചത്ത്. മറ്റേ വണ്ടി ഇതുകൊണ്ട് ആ വഴിക്ക് പോകുന്നുണ്ട്. നമുക്ക് ആ വണ്ടി നമുക്ക് ഇവിടുന്ന് പിടിക്കണം. നമ്മുടെ ഗ്രേവികളിന് ഉപയോഗിക്കാം, അതാണ് ബെറ്റർ സാധനം. സോറി കേട്ടോണ്ടാ, ഞാൻ വേറെ വല്ല വണ്ടി മേടിച്ചില്ല കേട്ടോ. തൽക്കാലത്തേക്ക് നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞോളൂ. സോ ഗൈസ്, നമുക്ക് ആ വണ്ടി അങ്ങനെ എടുത്തിട്ട് നമ്മുടെ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. ഇത് പോവാത്ത അതാ. സോ ഗൈസ്, നമ്മളെ വണ്ടി അങ്ങനെ എടുക്കുകയാണ്. പണ്ടാരിറങ്ങാനായിട്ട് മറ്റേ കമ്പിപ്പാര എന്തതിൻ്റെ പേര്? ഈ പേരും കിട്ടുന്നില്ല പെട്ടെന്ന്. ആ തേങ്ങാക്കൊല വരെ നമുക്ക് പാരയിട്ട് വന്നിക്കും. പണ്ടാര എവിടെ? ഇതാണ് സ്ഥലം? ഇല്ല കഴിച്ചിട്ടില്ല. ഇവിടെ അടുത്ത് എവിടെയോ ആയിട്ടാണല്ലോ. നമ്മൾ ഈ ഭാഗത്താണെന്ന് തോന്നട്ടെ കഴിച്ചു. സോ നമുക്ക് അങ്ങോട്ട് പോവാം. എന്ത്? സോ നമുക്ക് വണ്ടി നേരെ നല്ല സ്പീഡിൽ തിരിക്കാം. അയ്യോ, നമ്മളിതിനിടയിൽ ചാടുന്നു. നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരു കാറാഞ്ചൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇതായിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ഈ കാർ ഉപയോഗിക്കാം. ഇതിൻ്റെ ഓണറെ ഞാനൊന്ന് കൊല്ലും. ഓടന്നു ആദ്യം ആ തുരപ്പൻ്റെ പണിയാണ് ജന്മത്തിലിച്ചിട്ട് പണി ഉണ്ടാക്കാൻ പറ്റിട്ട. ഈ കാറും ഈ വണ്ടി എടുക്കാം. പിന്നെ അപ്പം അടുത്ത പ്രാവശ്യം നമുക്ക് എല്ലാ വണ്ടിയും അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ. സോ നമുക്ക് വേഗം റാം ടെസ്റ്റ് നടത്താം. ഈ വണ്ടി പോയില്ല കേട്ടോ ഗൈസ്, ഉറപ്പാണ് ഈ വണ്ടി പോയില്ല. അടുത്ത വണ്ടി നോക്കാം. ആ വണ്ടി, ആ മറ്റേ ബൈക്ക്. ഓക്കെ, നമുക്ക് ആ വണ്ടി എടുക്കാം. അമ്മേ, ഈ ആർമി ജീപ്പ് വേണ്ട കാരണം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമീനെ ഇഷ്ടമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അല്ല, ലൈക്ക് ചെയ്തോളൂ. പിന്നെ നമ്മുടെ ഇന്ത്യനെ ഇഷ്ടമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ വണ്ടി ഓക്കെ കേട്ടോ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണം. സോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഗൈസ്. ബൈ ബൈ.